ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊളിക്കാൻ പോവാണ്. ബിഗ്ഗസ്റ്റ് ലൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. നോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനില്ല, വെബ്സൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള ഓഫേഴ്സിന് വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓളിൽ വെച്ചേക്ക്. ബെല്ലൈക്കൺ ഓളിൽ ഇല്ലെങ്കിൽ മിസ്സാവും, ഓഫർ മിസ്സാവും. താഴെ നോക്കുമ്പോൾ ലിങ്ക് കാണില്ല. അത് എന്റെ കുഴപ്പമല്ല ഗൈസ്, നിങ്ങൾ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഗൈസ്, ദൈവത്തോർത്ത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത്. 3 സൈറ്റാണ്. ഈ സൈറ്റ് നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇത് വൈറലാവും. അതിന് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ് പേയ്മെന്റ് പ്രൂഫ് ഷെയർ, ആ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മാത്രമേ നിങ്ങൾ അടുത്ത് തന്നെ കോൺടാക്ട് ചെയ്യത്തുള്ളൂ. ഈ വീഡിയോ അവസാനം വരെ കാണുന്നതിന് ഉറപ്പായിട്ട് പേയ്മെന്റ് കിട്ടും. അതിൽ ആദ്യത്തെയാണ് നമ്മൾ ഗ്രാബിംഗ് വെബ്സൈറ്റ് ആണ് ആദ്യം പറയുന്നത്. ബാക്കി 2 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇൻഷെയറും ലൈക്കും പോലുള്ള 2 ലൈക്ക് ഇടുന്ന വെബ്സൈറ്റുകളാണ്. ഈ ആദ്യത്തെ ഗ്രാബിംഗ് വെബ്സൈറ്റ് ആമസോൺ ആവോ പോലെ തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് അടിക്കുക, രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വരും. ലോഗിൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 100 രൂപ ബോണസ് ആയിട്ട് ഇതിനകത്ത് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ 100 രൂപ ബോണസ് ഉടനെ നഷ്ടപ്പെടുന്നതായിരിക്കും. അത് കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ ഈ 3 വെബ്സൈറ്റും യൂസ് ചെയ്യണം. മസ്റ്റാണ് 3 വെബ്സൈറ്റും യൂസ് ചെയ്യുന്ന ഉറപ്പാണ്. പേയ്മെൻറ്റ് ഷുവർ ആണ്. ഓക്കെ, ഈ 3 വെബ്സൈറ്റ് യൂസ് ചെയ്യുക. വീണ്ടും പറയാണ്, 3 വെബ്സൈറ്റും യൂസ് ചെയ്യുക. ആദ്യം 100 രൂപയാണ് നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. എനിക്ക് റെഫറിൽ കൂടെ എനിക്കൊന്നും ഏൺ ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളെ പ്രഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. റെഫറൊന്നും ഇതിനകത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് ഈ 3 വെബ്സൈറ്റും യൂസ് ചെയ്യുക. ഇതിൽ നമുക്ക് 100 രൂപ കിട്ടുന്നുണ്ട് സൈൻ അപ്പ് ബോണസ് ആയിട്ട് തന്നെ. അത് ഇനി ഇല്ലാതാവും. അതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തേക്കാം. ഈ 100 രൂപ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിവിടെ ഗ്രാബ് ചെയ്യാൻ. നമ്മൾ VIP അല്ലാത്തതുകൊണ്ട് നമുക്ക് 100 രൂപയുടെ സ്പെഷ്യൽ ഗ്രാബിംഗ് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഗ്രാബ് ചെയ്യാൻ വേണ്ടി കൊളാജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ഗ്രാബിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു ഷിപ്പിംഗ് അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പറയും. ഷിപ്പിംഗ് അഡ്രസ്സ്. ഓക്കെ, ആ ഷിപ്പിംഗ് അഡ്രസ്സ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ സ്വന്തം അഡ്രസ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഷിപ്പിംഗ് അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ മീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടൊരു ചെറിയൊരു ഓപ്ഷൻ, ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മോളിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ. ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വീണ്ടും വരുന്നതായിരിക്കും. അവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷിപ്പിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഷിപ്പിംഗ് അഡ്രസ്സ്. ആ ഷിപ്പിംഗ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ വന്ന് ക്ലിക്ക് ചെയ്യുക. ഷിപ്പിംഗ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ കോൺടാക്ട് നമ്പറും ചോദിക്കും, അതുപോലെ തന്നെ നമ്മുടെ പേരും ചോദിക്കും. പേര് നമ്മുടെ യൂസർ നെയിം തന്നെ കൊടുക്കുക. കോൺടാക്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്പർ കൊടുക്കുക. അതിന് ശേഷം താഴെ നമ്മൾ അഡ്രസ്സ് എങ്ങനെ കൊടുക്കണം, ABCD ഇടുക, ഒരു കോമയുടെ ABCD ഇടുക, കോമയുടെ ABCD എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും അടിച്ചു കിട്ടോ, ഒരു കുഴപ്പമില്ല. അതിന് ശേഷം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു ബ്ലൂ ബട്ടൺ, ആ ബ്ലൂ ബട്ടൺ എപ്പോഴും ഓൺ ചെയ്ത് തന്നെ വെക്കുക. ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷിപ്പിംഗ് അഡ്രസ്സ് സേവ് ആവുന്നതായിരിക്കും. ഷിപ്പിംഗ് അഡ്രസ്സ് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും കൊളാജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും ഓട്ടോമാറ്റിക് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ഓർഡർ, സബ്മിറ്റ് ഓർഡർ 2 ഓപ്ഷൻ വരും. അതിൽ ക്യാൻസൽ ഓർഡർ അല്ല, സബ്മിറ്റ് ഓർഡർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ക്യാൻസൽ ഓർഡർ, സബ്മിറ്റ് ഓർഡർ 2 ഓപ്ഷൻ വരും. സബ്മിറ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓർഡർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിംഗ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓർഡർ സബ്മിറ്റ് ആയിട്ട് നമ്മുടെ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഈ 100 രൂപയുടെ കൂടാണ് കമ്മീഷൻ ആഡ് ആവുന്നത്. 100 രൂപ ഉൾപ്പെടെ നമുക്ക് വിഡ്രോ എടുക്കാവുന്നതാണ്. അപ്പോൾ കമ്മീഷൻ നമുക്ക് ആഡ് ആവും. അങ്ങനെ നമുക്ക് ഒരു ദിവസം 30 ഗ്രാബിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നത്. ആമസോൺ ആവോ പോലെ തന്നെയുള്ളൊരു വെബ്സൈറ്റാണ്. ഒരു ദിവസം നമുക്ക് 30 ഓർഡറാണ് ഗ്രാബിങ് ചെയ്യാൻ പറ്റുന്നത്. ഈ 30 ഓർഡർ നമ്മൾ ഗ്രാബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ എടുക്കാൻ പറ്റും. 30 ഓർഡർ ഒരു ദിവസമല്ല, നമുക്ക് ഇച്ചിരി അധികം ദിവസം നമ്മൾ ഗ്രാബ് ചെയ്യണം വേണം. അതിനുശേഷം മീ എന്ന ഓപ്ഷനിലേക്ക് വരിക. നിങ്ങളുടെ ലിമിറ്റ് എത്രയാണെന്ന് ഞാൻ പറയാം. 100 രൂപയാണ് നമ്മുടെ സൈൻ അപ്പ് ബോണസ്. 500 ആണ് നമ്മുടെ മിനിമം റെഡീം എന്ന് പറയുന്നത്. 500 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് അന്നേരം തന്നെ വിഡ്രോ എടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയ പ്രൂഫ്. ഞാൻ ടെലിഗ്രാമിൽ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് നിർബന്ധമില്ല. കാരണം ഇതിനകത്ത് ഉറപ്പായിട്ടും ചേഞ്ചുകൾ വരും. ആ ചേഞ്ചുകൾ അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ മാത്രം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. മസ്റ്റാണ്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർ പൈസ ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വിഡ്രോവൽ പ്രോസസ്സ്, വിഡ്രോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങളുടെ അടുത്ത് യൂസർ നെയിം ചോദിക്കും, യൂസർ നെയിം ആഡ് ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡൊക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വിഡ്രോ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരെപ്പോഴും ആക്സിസ് ബാങ്കിലായിരിക്കും വിഡ്രോ ഓപ്ഷൻ ഇവർ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നിങ്ങൾ മാറ്റി നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇതിനകത്ത് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് വഴി വിഡ്രോ എടുക്കുന്നത് റിസ്ക് ആണ്. അതുകൊണ്ട് അത് വേണ്ട. അല്ല, നിങ്ങളുടെ ഫിസിക്കൽ ബാങ്ക് വഴി വിഡ്രോ എടുത്താൽ മതി. ആക്സിസ് ബാങ്കിലായിരിക്കും ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഡിഫോൾട്ട്. അത് നിങ്ങൾ
നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ SB ആണെങ്കിൽ അങ്ങോട്ട്, ഫെഡറൽ ആണെങ്കിൽ അങ്ങോട്ട്, IBD ആണെങ്കിൽ അങ്ങോട്ട്, അത് നിങ്ങൾ മാറ്റി കൊടുത്തതിന് ശേഷം വിഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഫണ്ട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഫണ്ട് പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഫണ്ട് പാസ്വേഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ABCD123XYZ. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് 3 ലെറ്റർ 3 നമ്പർ 3 ലെറ്റർ ഇങ്ങനെ വേണം നിങ്ങൾ ഫണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് വെബ്സൈറ്റ് ഗ്രാബിംഗ് വെബ്സൈറ്റ്. നമുക്ക് സെക്കൻഡ് വെബ്സൈറ്റ് പോകാൻ like66.com എന്നാണ് നമ്മുടെ സെക്കൻഡ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. പ്രൂഫ് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ പോയി സൂം ചെയ്ത് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഡേറ്റും ടൈമും ഒക്കെ നോക്കിക്കോളൂ. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് അതിനകത്ത് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അതുകൂടെ കണ്ടുപിടിച്ചോളൂ. നമുക്ക് ബോട്ട് ഉണ്ട്, അതിനകത്ത് പറഞ്ഞാൽ മതി, സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ like66 എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ഫോൺ നമ്പർ കൊടുക്കുക. OTP വരത്തില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. അവസാനത്തെ വെബ്സൈറ്റിൽ ഒരു ട്രിക്കുണ്ട്, ഒരു അടിപൊളി ട്രിക്കാണ്, പലർക്കും അറിയാത്തൊരു ഹിഡനാണ്, അത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടാസ്ക് റിസീവ് ചെയ്യാം. 3 ടാസ്ക്കാണ് നമുക്ക് ഒരു ദിവസം റിസീവ് ചെയ്യാൻ പറ്റുന്നത്. പെർ ടാസ്കിന് നമുക്ക് 8 രൂപ വെച്ചാണ് കിട്ടുന്നത്. ഇതിനകത്ത് എങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബർ അല്ലാതെ പുതിയ ആരെങ്കിലും പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ അവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പം തന്നെ പറയുകയാണ്. അത് കൂടാതെ എങ്ങനെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ആ 3 ടാസ്ക് റിസീവ് ചെയ്യുക. ടാസ്ക് റിസീവ് ചെയ്തതിന് ശേഷം ആ ടാസ്ക് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ ഹോമിലാണ് നിന്നത്, അവിടെ നിന്ന് ടാസ്ക് എന്ന സെക്ഷനിലേക്ക് നിങ്ങൾ പോകുക. ടാസ്ക് എന്ന സെക്ഷനിലേക്ക് പോയതിന് ശേഷം ഇവിടെ നമുക്കാണെങ്കിൽ കോപ്പി ലിങ്ക് അല്ലെങ്കിൽ ക്ലിക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഓപ്പൺ ലിങ്ക്. ഓക്കെ, ഓപ്പൺ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ഓപ്പൺ ലിങ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. റീഡയറക്റ്റ് ആയതിന് ശേഷം ഇവിടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫോളോ ചെയ്യാൻ ഒരു ബട്ടൺ മുകളിലുണ്ടെങ്കിൽ ഫോളോയും ചെയ്യുക. ലൈക്ക് ചെയ്തത് കാണുന്ന രീതിയിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ വെബ്സൈറ്റ് സെക്യൂർ ആണ്. സെക്യൂർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഫേക്ക് സ്ക്രീൻഷോട്ട് ഇട്ടാൽ അന്നേരം ഇവർ പിടിക്കും. ഒന്നും നോക്കത്തില്ല, അന്നേരം ബാൻ ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ വർക്ക് ചെയ്യുമ്പം സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്, ഈ സെക്യൂർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്, പണി തരും. അതുപോലെ തന്നെ ഒരു ഫോണിൽ ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിനെ പ്രത്യേകം ശ്രദ്ധിച്ചോ. ബാക്കിയുടെ കാര്യം എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാതിരിക്കും, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിന് ഒന്നിലധികം അക്കൗണ്ട് തുടങ്ങി ഇവർ പിടിക്കുകയാണെങ്കിൽ ബാൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. ബാനാക്കിയാൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറോ ബൈപ്പാസോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് നിങ്ങളിവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീൻഷോട്ട് ആ ക്യാമറയുടെ പിക്ചറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ കൺവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ചുമന്ന. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്ലോഡ് ആയതിനു ശേഷം ഇൻസ്റ്റൻ്റ്ലി 8 രൂപ നമ്മുടെ മൈ എന്ന ഓപ്ഷനിൽ ആഡ് ആവത്തില്ല. നമ്മുടെ വാലറ്റിൽ ഇൻസ്റ്റൻ്റ്ലി ആഡ് ആവത്തില്ല, അത് സമയം എടുത്ത് മാത്രമേ ആഡ് ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ മൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ബാങ്കും UPI സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ വിഡ്രോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടല്ല സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർക്ക് പേയ്മെൻറ്റ് റിസീവ് ആവില്ല, ഫെയിലായി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വീഡിയോയുടെ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ചെയ്യുന്നതിന് കിട്ടത്തില്ല, പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളാണെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വരും. ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യരുത്, അതിന് മുമ്പ് നിങ്ങൾ നെയിം ആഡ് ചെയ്യുക. നെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെയിം എന്താണോ നിങ്ങൾ യൂസർ നെയിമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നെയിം എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൈ ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണും. മൈ ബാങ്ക് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. IFSC കോഡും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് വേണം, ഇമെയിൽ അഡ്രസ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഫേക്ക് അല്ല, ഒറിജിനൽ. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് UPI എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ UPI വേണം, ബാങ്കും വേണം. ആ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, UPI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ എടുക്കണമെങ്കിൽ UPI ആഡ് ചെയ്യണം, അത് മസ്റ്റാണ്. അല്ലാതെ നിങ്ങൾ വിഡ്രോ എടുക്കുകയാണെങ്കിൽ ഫെയിലാവും, ഷുവറാണ്. ഇത്രയും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. UPI ആഡ് ചെയ്ത് കൊടുക്കുക, ബാങ്കും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരു ചുമന്നല്ല ഒരു നീല ബട്ടണിൽ നമുക്ക് മൈ പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മുകളിൽ നമ്മുടെ വാലറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് മൈ പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് റീചാർജ്, വിഡ്രോ എന്ന് പറയുന്ന 2 ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും. അവിടെ നമുക്ക് റീചാർജ് ചെയ്യരുത്, 1 രൂപ പോലും ഈ 3 സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. നിങ്ങൾ വിഡ്രോളിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മിനിമം വിഡ്രോ 105 രൂപയാണ്. അത് കഴിഞ്ഞ് ഒരു തവണ നമുക്ക് വിഡ്രോ എടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു സൈറ്റിൽ നിന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1050 സംതിങ് ആണ് വിഡ്രോ എന്ന് പറയുന്നത്, രണ്ടാമത്തെ വിഡ്രോയ്ക്ക്. അപ്പോൾ നിങ്ങൾ UPI അല്ലെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വിഡ്രോ അടിക്കുക. 105 രൂപയാണ് മിനിമം വിഡ്രോ. 24 മണിക്കൂറിനുള്ളിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. എനിക്ക് ഇതിൽ നിന്ന് വിഡ്രോ കിട്ടിയത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ എടുത്തു, അതിനുള്ളിൽ നമുക്ക് വിഡ്രോ കിട്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ വെബ്സൈറ്റിലേക്ക് പോകാം. മൂന്നാമത്തെ
വെബ്സൈറ്റിൻ്റെ പേര് mission555.com എന്നാണ്. ഇവിടെ വരുമ്പോഴും നിങ്ങളുടെ അടുത്ത് ഫോൺ നമ്പർ ചോദിക്കും, പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, റെഫർ കോഡ് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ പ്ലീസ് എൻ്റർ യുവർ വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. അവിടെ നിങ്ങൾ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ വരും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വളരെ ചെറുതാണ്, 1 MB മറ്റേ ഉള്ളൂ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ 3 ബാക്കി 2 വെബ്സൈറ്റുകൾ നിങ്ങൾ ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ചിട്ടേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോകും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ മറ്റേ വെബ്സൈറ്റ് പോലെ ലൈക്ക് ഇടാൻ പറ്റില്ല, കുറച്ച് ചേഞ്ച് ഉണ്ട്. ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ വന്നിട്ട് മീ എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് പേഴ്സണൽ ഇൻഫർമേഷനിൽ പോയിട്ട് ബാങ്ക് ഇൻഫർമേഷൻ യൂസർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിം റിയൽ നെയിം അടിച്ചതിന് ശേഷം സബ്മിറ്റ് അടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം വന്നിട്ട് ടാസ്ക് ചെയ്യരുത്, ആ ടാസ്കിൻ്റെ പൈസ വേസ്റ്റ് ആവും. നിങ്ങൾ വന്നിട്ട് മീ എന്ന ഓപ്ഷനിൽ വന്നിട്ട് യൂസർ ഇൻഫർമേഷൻ വന്നിട്ട് നിങ്ങളുടെ നെയിമും പിന്നെ അതുപോലെ തന്നെ റിയൽ നെയിമും അടിച്ചു കൊടുക്കുക. യൂസർ നെയിം റിയൽ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് ഈ ഒരു സ്റ്റെപ്പ് വഴി മാത്രമേ പോകാവൂ. പിന്നെ പൈസ കിട്ടിയില്ല എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് പൈസ കിട്ടാതെ പോകരുത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കാണാൻ പറഞ്ഞത്. ഇനി ട്രിക്കിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വരിക. ഫേസ്ബുക്കിൽ വരുമ്പോൾ ഇവിടെ എല്ലാം 2 രൂപയുടെ ടാസ്ക് കാണുന്നത്. നിങ്ങൾ അതർ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അതർ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂസേഴ്സിന് വേണ്ടി ഫസ്റ്റ് ഡേയിൽ മാത്രമേ. അതറിൽ വരുമ്പോൾ നമുക്ക് 40 രൂപയുടെ 2 ടാസ്ക് കാണാം. 80 രൂപ വെറുതെ കിട്ടി, സുഖം. 80 രൂപ 40 രൂപയുടെ 2 ടാസ്ക് കാണാം. ചിലവർക്ക് ബഗ്ഗൊക്കെ വരും. ബഗ്ഗ് കാരണം ചിലപ്പോൾ ഒരു ടാസ്കേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല, ഒരെണ്ണം റിസീവ് ആക്കിയാൽ മതി. അതേഴ്സിൽ വന്നിട്ട് 2 ടാസ്ക്, ചിലപ്പോൾ 3 ടാസ്ക് വരെ കാണാം. ബഗ് ഉണ്ട് ഈ വെബ്സൈറ്റ്. ഓക്കെ, അത് നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ റിസീവ് ചെയ്യുക. നമുക്ക് ഒരു ദിവസം ഇതിനകത്ത് 12 ടാസ്ക്കാണ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 10 ടാസ്ക് നിങ്ങൾ 2 രൂപയുടെ ഫേസ്ബുക്കിൻ്റെ തന്നെ എടുക്കുക. ഫേസ്ബുക്കിൻ്റെ തന്നെ ബാക്കി 10 ടാസ്കും 2 രൂപയുടെ ടാസ്ക് നിങ്ങൾ റിസീവ് ചെയ്യുക. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ജസ്റ്റ് ഒന്ന് തുടങ്ങുക. ABCD ഇട്ടങ്ങ് തുടങ്ങിയാൽ മതി. എല്ലാം നമ്മുടെ ഈ ഒരു ABCD പരിപാടിയിലാണ്. ഫേക്ക് അല്ല സാധനം. നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയാലും ഒരു കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ടാസ്ക് റെക്കോർഡ് എന്ന ഓപ്ഷനിലാണ് നമ്മളിവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മറ്റേതുപോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ കോപ്പി ലിങ്ക് എന്നൊരു ബട്ടൺ ആണ്. കോപ്പി ലിങ്ക് നമുക്കവിടെ ഓപ്പൺ ലിങ്ക് ആയിരുന്നു, ഇവിടെ നമുക്ക് കോപ്പി ലിങ്കാണ്. നിങ്ങൾ കോപ്പി ലിങ്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണോ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക്, ആ ടാസ്കിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ആവുന്നതായിരിക്കും. നിങ്ങൾ നേരെ ക്രോമിലേക്ക് വരിക. ക്രോമിൽ വന്നിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ നിങ്ങൾ കോപ്പി ചെയ്ത് ആ ലിങ്ക് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഇമേജ് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ വരും. ആ വീഡിയോ വരുന്ന സമയത്ത് അവിടെ ഫോളോ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫോളോയിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടുക. ലൈക്ക് ഇട്ടിട്ട് ലൈക്ക് കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഫേക്ക് ഒന്നും അപ്ലോഡ് ചെയ്തേക്കരുത്. വർക്ക് ചെയ്യുക, സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ പൈസ കിട്ടിയില്ല എന്ന് പറയരുത്, ഫെയിലായി പോയെന്ന് പറയരുത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സബ്മിറ്റ് എന്ന ബട്ടൺ കാണും. സബ്മിറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സബ്മിറ്റ് എന്ന ഓപ്ഷൻ, ആ കോപ്പി ലിങ്കിൻ്റെ തൊട്ടിപ്പുറത്ത് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് വേഗം തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. നമ്മുടെ ലൈക്ക് 66 നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം ഇപ്പോൾ ഈ ട്രാഫിക് കൂടുതലാണ്. ഇനിയും പുതിയ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ചെയ്യും, ട്രാഫിക് നിങ്ങൾക്ക് മിസ്സാവും. അതിന് മുമ്പ് തന്നെ ഇപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ഇത് 3 യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ നമ്മൾ വിഡ്രോ എടുക്കുന്നത് 200 രൂപയാണ് നമുക്ക് മിനിമം വിഡ്രോ. മറ്റേടത്ത് 100 ആയിരുന്നു, അപ്പുറത്ത് 500 ആയിരുന്നു. അപ്പോൾ 500, 100, 600, 200 നമുക്ക് ടോട്ടൽ 800 രൂപയാണ് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. 800 രൂപയുടെ പ്രോഫിറ്റ് പെർ ഡിവൈസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. റഫർ ട്രിക്ക് ഒന്നും ഉപയോഗിക്കരുത്. പെർ ഡിവൈസ് നമ്മൾ 800 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാകുന്നത്. 2 ഡിവൈസ് ഉണ്ടെങ്കിൽ 1600 രൂപ. എന്തായാലും 2 ഡിവൈസ് എല്ലാവരുടെയും കയ്യിലും മിനിമം 2 ഡിവൈസ് എങ്കിലും മിക്ക ആൾക്കാരുടെ കയ്യിലാണ്. 1600 രൂപയുടെ പ്രോഫിറ്റ് ഷുവറാണ്. 1600 രൂപ ഒരു പണി എടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതുപോലത്തെ വെടിക്കെട്ട് കിടുക്കാച്ച് വേറെ ലെവൽ ലൂട്ട്സിനായി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ